ഇന്ത്യൻ വിദേശ നയത്തെ ഒരു കോൺഗ്രസ് MP പുകഴ്ത്തുന്നത് ഒരു അപരാധമോ തെറ്റോ ആയി താങ്കൾക്ക് തോന്നുന്നുണ്ടോ? ഒന്ന്, ശശി തരൂർ എടുത്തിരിക്കുന്ന നിലപാട്, എൻ്റെ മുൻ നിലപാട് തെറ്റിപ്പോയി. യുക്രൈൻ യുദ്ധത്തിൽ ഇന്ത്യ എടുത്തിട്ടുള്ള സമീപനം ബാലൻസ്ഡ് ആയിരുന്നു, അത് ഇന്ത്യയുടെ സ്വീകാര്യത വർദ്ധിപ്പിച്ചിട്ടേ ഉള്ളൂ എന്നാണ് അദ്ദേഹം പറയുന്നത്. അതിൽ വളരെ പ്രകടമായി ഒരു നരേന്ദ്രമോദിയെയോ അതല്ലെങ്കിൽ BJPയെയോ പ്രകീർത്തിക്കുന്ന ഒരു സമീപനം പുലർത്തിയിട്ടുമില്ല. ഇത് യഥാർത്ഥത്തിൽ ഊതിക്കത്തിച്ചൊരു വിവാദമാണോ? ഇവിടെ ശ്രീ അഭിലാഷ്, നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം, വിദേശ നയത്തിൻ്റെ കാര്യത്തിൽ രാഷ്ട്രീയമില്ല. അത് രാജ്യത്തിൻ്റെ താല്പര്യത്തിൻ്റെ, ആഭ്യന്തര താല്പര്യത്തിൻ്റെ പ്രതിഫലനമാണ് വിദേശ നയം. അങ്ങനെ വരുമ്പോൾ വിദേശ നയം, കോൺഗ്രസിൻ്റെ വിദേശ നയം, BJPയുടെ വിദേശ നയം അല്ലെങ്കിൽ മോദിയുടെ വിദേശ നയം എന്നൊന്നില്ല. ഒരു രാജ്യത്തിൻ്റെ താല്പര്യം എന്താണോ അതനുസരിച്ച് ഭരണകൂടം നിശ്ചയിക്കുന്ന വിദേശ നയമാണ്. അപ്പോൾ അവിടെ ഇനി അഭിപ്രായം പറയാൻ ഈ വിവാദം എന്തുകൊണ്ടുണ്ടാകുന്നു? അഭിപ്രായം പറയുന്ന വിദേശകാര്യ വിഷയങ്ങളിൽ അഭിപ്രായം പറയാൻ ഉചിതനായ ആൾ തന്നെയാണ് ഡോക്ടർ ശശി തരൂർ, അതിൽ സംശയമില്ല. കാരണം അദ്ദേഹം പാർലമെൻറ്റിൻ്റെ വിദേശകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ ചെയർമാനാണ്. അപ്പോൾ ആ ഒരു കപ്പാസിറ്റി അദ്ദേഹത്തിനുണ്ട്. അതൊരു ഔപചാരിക കപ്പാസിറ്റിയാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വാക്കുകൾക്ക് ഗാംഭീര്യമേറും തീർച്ചയായും. അത് മാത്രമല്ല, അദ്ദേഹം ഒരു അന്താരാഷ്ട്ര നയതന്ത്ര രംഗത്ത് വ്യക്തിമുദ്ര പതിപ്പിച്ച ആളാണ്. യുണൈറ്റഡ് നേഷൻസിൽ ദീർഘകാലം ജോലി ചെയ്ത ആളാണ്. അണ്ടർ സെക്രട്ടറി ജനറൽ ആയിരുന്ന വ്യക്തി കൂടിയാണ്. അപ്പോൾ വിശ്വപൗരനോ അല്ലയോ എന്ന ഡിബേറ്റ് ഇവിടെ പ്രസക്തമല്ല. അദ്ദേഹത്തിന് അന്താരാഷ്ട്ര നയതന്ത്രത്തിൻ്റെ നാൾവഴികൾ തീർച്ചയായിട്ടും അറിയാം. അതാണ് ഈ ഒരു റൗണ്ടിൽ തിരഞ്ഞെടുത്ത വിഷയം യഥാർത്ഥത്തിൽ ഇന്ത്യയുടെ വിദേശ നയത്തെ ബന്ധിപ്പിക്കുന്ന അല്ലെങ്കിൽ റഷ്യ ഉക്രൈൻ വിഷയത്തെ ഇന്ത്യ കണ്ട രീതി. അദ്ദേഹം പറയുന്നത്, അദ്ദേഹം അതിനെ കണ്ടത് ആദ്യം യുണൈറ്റഡ് നേഷൻസിൻ്റെ ഒരു പശ്ചാത്തലം അല്ലെങ്കിൽ യുണൈറ്റഡ് നേഷൻസിൻ്റെ ഒരു ചാർട്ടറിൻ്റെ, UN ചാർട്ടറിൻ്റെ റിഫ്ലക്ഷൻ എന്ന നിലയിൽ റഷ്യ തന്നെയാണ് അഗ്രസർ, ഉക്രൈൻ അഗ്രീവ്ഡ് ആണ്. അങ്ങനെയെങ്കിൽ ഭാരതം യഥാർത്ഥത്തിൽ കളക്റ്റീവ് സെക്യൂരിറ്റി ഉപയോഗിച്ചുകൊണ്ട് അഗ്രീവ്ഡ് രാജ്യത്തിന് അനുകൂലമായി നിലപാടെടുക്കണമായിരുന്നു എന്ന തൻ്റെ ഒറിജിനൽ നയം ഇപ്പോൾ വൈകി വന്ന തിരിച്ചറിവിൻ്റെ അടിസ്ഥാനത്തിൽ 3 വർഷം കഴിഞ്ഞ് അദ്ദേഹം തിരുത്തുകയാണ്. അദ്ദേഹത്തിൻ്റെ മുഖത്ത് മുട്ട തെറിച്ചതുപോലെ, അല്ലെങ്കിൽ എഗ് ഓൺ ഹിസ് ഫേസ് എന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ അത് തിരുത്താൻ വ്യക്തി എന്ന നിലയിൽ ശശി തരൂരിന് കഴിയും. പക്ഷേ ഇവിടുത്തെ കാതലായ ചോദ്യം, ഡോക്ടർ ശശി തരൂർ ഒരു വ്യക്തി ആണോ എന്നതാണ്. അദ്ദേഹം പറയുന്നത് ഒരു വ്യക്തി എന്ന നിലയിലല്ല. ഈ റൈസീന ഡിസ്കോഴ്സിൽ അല്ലെങ്കിൽ റൈസീന ഡയലോഗിൽ അദ്ദേഹത്തെ വിളിച്ചത് കോൺഗ്രസ് MP എന്ന നിലയിലും മുൻ നയതന്ത്രജ്ഞൻ എന്ന നിലയിലും, അതുമാത്രമല്ല അദ്ദേഹം കോൺഗ്രസ് പാർട്ടിയുടെ വർക്കിംഗ് കമ്മിറ്റി മെമ്പർ കൂടിയാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്ന് വരുന്ന ഓരോ പ്രസ്താവനയും അഭിപ്രായ പ്രകടനവും തൻ്റെ മാതൃ പാർട്ടിയെ സമ്മർദ്ദത്തിലാക്കിയ ഒരു ചരിത്രമാണുള്ളത്. ആ ചരിത്രം വളരെ സമീപകാല ചരിത്രം കൂടിയാണ്. അത് മാത്രമല്ല, ഒരു വെടിനിർത്തൽ പാർട്ടിയുടെ ഉന്നത നേതൃത്വം ഹൈക്കമാൻഡ് ഒരു വെടിനിർത്തലിന്റെ നിലപാടും കോൺഗ്രസിന്റെ നിലപാടും തമ്മിൽ അങ്ങനെ വലിയ കോൺഫ്ലിക്റ്റ് ഉണ്ടോ? ഇപ്പോൾ ഇന്ത്യയുടെ യുക്രൈൻ നയം തെറ്റാണ് എന്ന് വാദിച്ചുകൊണ്ടിരിക്കുന്ന പാർട്ടിയാണോ കോൺഗ്രസ്? ആ സമയത്ത് അഭിപ്രായം പറഞ്ഞിട്ടുണ്ടാകും എന്നുള്ളതിനപ്പുറത്ത് ഫോറിൻ പോളിസി വിഷയങ്ങളിൽ അങ്ങനെ വളരെ ഖണ്ഡിതമായി നിലപാട് സ്വീകരിക്കാറുണ്ടോ നമ്മുടെ രാഷ്ട്രീയ പാർട്ടികൾ? എന്ന് മാത്രമല്ല, റഷ്യ പരമ്പരാഗതമായി ഇന്ത്യയുടെ സുഹൃത്താണ്. കോൺഗ്രസ് ഭരിക്കുന്ന കാലത്ത്, സോവിയറ്റ് യൂണിയൻ ഉണ്ടായിരുന്ന കാലത്തും അതിനുശേഷവും ഇന്ത്യയുടെ പരമ്പരാഗത പങ്കാളിയാണ് റഷ്യ. അതുകൊണ്ട് റഷ്യയെ പൂർണ്ണമായും ഇരുട്ടിൽ നിർത്തുന്ന ഒരു സമീപനം കോൺഗ്രസിന്റെ കാലത്തും ഐക്യമുന്നണിയുടെ കാലത്തും BJPയുടെ കാലത്തും ഇന്ത്യ എടുക്കാറില്ല. ആ ഫോറിൻ പോളിസി സമീപനത്തിന് തുടർച്ചയാണ് ഇപ്പോഴും ഉണ്ടായിട്ടുള്ളത് എന്നുള്ളതിനപ്പുറത്ത് അതിൽ എന്തെങ്കിലും ആനക്കാര്യമുണ്ടോ? അഭിലാഷ്, അത് വളരെ വളരെ നല്ലൊരു ആംഗിൾ. അഭിലാഷ് ഇപ്പോൾ ചോദിച്ചത് വളരെ തീർച്ചയായും ഈ ചർച്ചയിൽ ഉയർന്നു വരേണ്ട കാതലായ ചോദ്യം തന്നെയാണ് ഇപ്പോൾ ചോദിച്ചത്. കോൺഗ്രസ് ആയിരുന്നു ഭരണത്തിലെങ്കിൽ, അല്ലെങ്കിൽ ഇപ്പോൾ പ്രതിപക്ഷത്തുള്ളപ്പോൾ കോൺഗ്രസിന് ശശി തരൂർ പറഞ്ഞതിൽ വ്യത്യസ്തമായ ഒരു നിലപാടുണ്ടോ? യഥാർത്ഥത്തിൽ കോൺഗ്രസ് അതേക്കുറിച്ച് അഭിപ്രായം പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം. കാരണം മോദിയുടെ നയതന്ത്രം എന്താണ്, അല്ലെങ്കിൽ ഈ വിഷയത്തിലെടുത്ത നിലപാട് എന്താണ്? സമാധാനപരമായി റഷ്യ ഉക്രൈൻ വിഷയം ഉഭയകക്ഷി അടിസ്ഥാനത്തിൽ പരിഹരിക്കണം. അതായത് ഇന്ത്യ മധ്യസ്ഥം വഹിക്കാമെന്ന് പറഞ്ഞിട്ടില്ല. അത് പറഞ്ഞിട്ടുള്ളത്, ആ സജഷൻ വന്നത് ഉക്രൈനിയൻ പ്രസിഡന്റ് വോളോദിമിർ സെലൻസ്കിയുടെ ഭാഗത്തു നിന്ന് പറഞ്ഞു, ഇന്ത്യയെ പോലെയുള്ള രാജ്യങ്ങൾ മധ്യസ്ഥത വഹിക്കണമെന്ന ആഗ്രഹം അദ്ദേഹം പ്രകടിപ്പിച്ചു. ഞാൻ ഡൽഹിയിലേക്ക് വരാൻ തയ്യാറാണ്, നിങ്ങൾ മധ്യസ്ഥത ഒരുക്കുകയാണെങ്കിൽ ഐ എം വില്ലിംഗ് ടു കം ടു ഡൽഹി എന്ന് സെലൻസ്കി പറഞ്ഞു. അത് മാത്രമല്ല, അതിന് മുൻപ് കഴിഞ്ഞ 2 ആഴ്ചക്ക് മുൻപ്
റഷ്യൻ തലസ്ഥാനം മോസ്കോ സന്ദർശിച്ചപ്പോൾ അദ്ദേഹത്തോടെ പുടിൻ പറഞ്ഞത് എന്താണ്? ബ്രിക്സ് രാജ്യങ്ങളെല്ലാം ചേർന്ന്, ഇന്ത്യ ഉൾപ്പെടെയുള്ള ബ്രിക്സിലെ പ്രമുഖ രാജ്യങ്ങളെല്ലാം ചേർന്ന് ഇതിനൊരു പരിഹാരം ഉണ്ടാക്കാൻ ശ്രമങ്ങൾ നടത്തണം. അതിന് മോദിയുടെ പങ്ക് നിർണായകമാണ്. അതുകൊണ്ട് ഒരേപോലെ തന്നെ മോദിയുടെ ഒരു പോളിസിയെ അല്ലെങ്കിൽ മോദിയുടെ ഒരു അസ്തിത്വത്തെ, ഇന്ത്യയുടെ അർഹതയെ എൻഡോഴ്സ് ചെയ്യുന്ന ഉക്രൈനെയും റഷ്യയെയും കാണുന്നു. അങ്ങനെയെങ്കിൽ ഈ നയം തെറ്റല്ല. കാരണം ഒരു റഷ്യയോ ഉക്രൈനെയോ കുറ്റപ്പെടുത്തിക്കൊണ്ട് യുണൈറ്റഡ് നേഷൻസിൻ്റെ പ്രമേയങ്ങളിൽ ഏതെങ്കിലും പക്ഷം പിടിച്ചുകൊണ്ട് വോട്ട് ചെയ്ത് സമാധാനത്തിനുള്ള ശ്രമങ്ങളെ അട്ടിമറിക്കാൻ ഭാരതം തയ്യാറായില്ല. വിട്ടുനിന്ന ഭാരതത്തിൻ്റെ സെക്യൂരിറ്റി കൗൺസിലിലും ജനറൽ അസംബ്ലിയിലും വന്ന പ്രമേയങ്ങളിൽ ഭാരതം തന്ത്രപരമായി വിട്ടുനിന്നത് ശരിയായ നിലപാടാണ്. അതിന് മോദിക്ക് അതിനുള്ള എൻഡോഴ്സ്മെൻറ്റും കിട്ടി എന്ന രീതിയിൽ പറയുമ്പോൾ ഇതിന് വിരുദ്ധമായൊരു നയം കോൺഗ്രസ് പറഞ്ഞിട്ടില്ല. പക്ഷേ പ്രധാന കാര്യം അതല്ല, ഇദ്ദേഹം പറഞ്ഞില്ല എന്നുള്ളതല്ല, ഇദ്ദേഹമാണോ അത് പറയേണ്ടത്, അല്ലെങ്കിൽ മോദി എന്ന വ്യക്തിയുടെ നയത്തെ പ്രകീർത്തിച്ചു എന്ന രീതിയിലാണ്. അങ്ങനെ സംഭവിക്കരുത് എന്ന് കോൺഗ്രസ് ഹൈക്കമാൻഡ് താക്കീത് കൊടുത്ത് വിട്ട സ്ഥിതിക്ക് ആ ഹൈക്കമാൻഡ് ധിക്കരിച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞു എന്നതാണ് ഈ വിവാദത്തിലേക്ക് പോകാനുള്ള കാരണം. ശരി.